കേസ് അപ്പോൾ നമ്മൾ പിന്നെ വന്നത് നമ്മുടെ ലെറ്റ്സ് പ്ലേയുടെ അടുത്തൊരു എപ്പിസോഡായിട്ട് കേസ് ഞാൻ ഇത്രയും നാൾ ലെറ്റ്സ് പ്ലേയുടെ എപ്പിസോഡ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. കേസ് കാരണം വെച്ചാൽ കേസ് ഞാൻ ഈ ലെറ്റ്സ് പ്ലേയുടെ എപ്പിസോഡിനകത്ത് കേസ് കുറേ മാറ്റങ്ങൾ കൊണ്ടുവന്നു. അതായത് കേസ് ഈ ലെറ്റ്സ് പ്ലേയിൽ ഫുള്ള് മാറ്റങ്ങളാണ് കൊണ്ടുവന്നത്. അതായത് കേസ് നമ്മൾ കഴിഞ്ഞ ലെറ്റ്സ് പ്ലേ കേസ് നമുക്കറിയാലോ കേസ് നമ്മുടെ ഫുഡ് ഉണ്ടായിരുന്നില്ല, നമ്മുടെ അത്യാവശ്യത്തിൻ്റെ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല കേസ് ഒക്കെ. പക്ഷേ ഈ ഒരു എപ്പിസോഡിൽ കേസ് ഞാൻ എല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഏസി അത് കാണിച്ചു തരാം. ഞാൻ ഫുള്ള് ശരിയാക്കി എടുത്തു. പിന്നെ ഈ നമ്മുടെ ഐലൻഡൊക്കെ ഫുൾ ലൈറ്റപ്പ് ചെയ്തിട്ടുണ്ട് ഏസൊക്കെ. ഞാൻ എന്തൊക്കെയാണ് ഇത്ര നാളുകൊണ്ട് ഞാൻ ചെയ്തേക്കണം ഞാൻ കാണിച്ചു തരാം കേസൊക്കെ. പിന്നെ ഞാൻ മൈനിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. മൈനിങ്ങിന് പോയിട്ട് കുറേ അത്യാവശ്യം ഡയമണ്ട് കിട്ടി. പിന്നെ അത്യാവശ്യം നല്ലോണം മറ്റേ അയൺ കിട്ടി കേസൊക്കെ. വീട്ടിലോണങ്ങൾ വീഡിയോ ആണെങ്കിൽ ഇപ്പോൾ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗേസ് ഫുള്ള് മാറ്റങ്ങളാണ്. അതായത് ഗേസ് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും. യെസ് ഗേസ് ഇത് നോക്കുക. യെസ് ഇവിടെ നമ്മൾ ഫുള്ള് ക്ലീനാക്കി. അതായത് കേസ് ഇവിടെയൊക്കെ സെറ്റാക്കി ഇത് മുകളിലൂടെയും കാര്യം കാണിച്ചാൽ ഇവിടെ കണ്ടോ കേസ്. ഇവിടെ ഞാൻ ഹോപ്പർ വെച്ചു. പിന്നെ അതേപോലെ ഇവിടെ ചെസ്റ്റ് വെച്ച് കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേസ്. ഇനി ഇത് ഈ ഒരു ഫാം കേസ് നല്ലോണം വർക്കിംഗ് ആണ്. ഞാനിപ്പോൾ ഇത് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേസൊക്കെ. ഫാമിൽ നല്ലോണം എഫിഷ്യൻ്റാണ് കേസൊക്കെ. വർക്കിംഗ് ആണ്, അതുപോലെ നല്ല എഫിഷ്യൻ്റാണ്. നല്ല പെട്ടെന്ന് മോവൊക്കെ വന്ന് സ്പോണുണ്ട്. നൈറ്റ് ടൈം പറയാം. ഓക്കെ നമുക്ക് കിടന്ന് ഉറങ്ങണം. ഇതാണ് കേസ് നമ്മുടെ ക്രിക്കറ്റർ. പിന്നെ കേസ് ഇത്രയും സ്ഥലം കേസ് ഇത് നോക്ക്. ഇതൊക്കെ നമ്മൾ ഡേർട്ടിട്ട് മൂടി സെറ്റാക്കി എടുത്താണ്. ഇവിടെയൊക്കെ അതെ കേസ്. ഇങ്ങനെ അല്ലാതെ കേസ് നമ്മൾ നേരത്തെ ഈ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫുള്ള് സെറ്റാക്കി എടുത്തു. പിന്നെ അതേപോലെ തന്നെ കേസ് ഇതാണ് ബ്രീഡർ. ഈ ബ്രീഡറിനകത്ത് കുറേ വില്ലേജ് ഉണ്ട്. കുറേ അല്ല, ഒരു 3 കണ്ടുണ്ട്. പിന്നെ ദേശം ഇതിൻ്റെ മണ്ടൊക്കെ കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇവിടെ ഞാൻ കുറേ ബെഡ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇവിടെ എന്തോ പിന്നെ ദേശം അവിടെ ഒരു വില്ലേജറുണ്ട്. പിന്നെ ഇവരെന്തായാലും നട്ട് സെറ്റാക്കാതെ ഇതൊക്കെയാണ്. അപ്പോൾ ഇവിടെ നടന്ന് മാറിയ ദേശമൊക്കെ. പിന്നെ ഞാനൊരു കാര്യം കാണിച്ചു തരാം ഏസ്. അതായത് ഇവിടെ നിന്ന് ഈ ബൂം ഫാമിൽ നിന്ന് കുറേ ബോൺ കിട്ടി എനിക്ക്. ഞാൻ ഇപ്പം നിങ്ങളെൻ്റെ ലെവൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും 39 ലെവലിലേക്ക് കേസ്. അതായത് 39 ലെവലിൻ്റെ ഉണ്ട് കേസ്. ഈ 39 ലെവലിൽ നിന്ന് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കേസ് ഈ മോ ഫാമിൽ തന്നെയാണ് കേസൊക്കെ. ഞാൻ കുറേ ഗ്രൈൻഡ് ചെയ്ത് സെറ്റാക്കാൻ നേരത്തൊക്കെ ഇവിടെ സ്പോൺ ആയിക്കൊണ്ടിരിക്കും കേസൊക്കെ. അപ്പോൾ ഞാൻ പഠിച്ചെടുത്ത് ഇപ്പോൾ 39 ലെവലായി ഞാനിപ്പോൾ. അതായത് 39 XP. PS ഇവിടെ ഫുള്ള് ലൈറ്റപ്പ് ചെയ്തേക്കാണ്. ഇവിടെ അങ്ങനെ സ്പോൺ ആവുന്നില്ല ചേച്ചൊക്കെ ഒന്നും. ഇനിയിപ്പോൾ ഞാൻ പിന്നെ ഫെൻസും വെച്ചിട്ടുണ്ട് കേസ്. നമ്മുടെ വാല്യുബിൾ ഐറ്റംസ് ജസ്റ്റ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അതിനേക്കാളും മുന്നേ ഗേസ് നമ്മളെ ഈ എപ്പിസോഡിൽ ഗോൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഗേസ് നമുക്ക് ഫസ്റ്റ് തന്നെ ഗേസ് ഇവിടെ നിന്ന് ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കണം. അതായത് ഗേസ് ഇവിടെയാണ് ഗേസ് നമ്മുടെ ബ്രിഡ്ജ് വേണ്ടത്. ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കേസ് അവിടെ ആയിട്ടാണ് കേസ് നമ്മുടെ എല്ലാ ബിൽഡ് വരാൻ പോകണം. അതായത് ഫാംസൊക്കെ ഇതിൻ്റെ മണ്ടയ്ക്ക് ഞാൻ ഈ ഫേസ് ഇട്ടുണ്ടല്ലോ, ഈ സ്പേസിലോട്ടായിരിക്കും ഫാംസൊക്കെ വരാൻ പോണത്. അങ്ങോട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ബിൽഡുകളായിരിക്കും. അപ്പോൾ കേസ് ഇവിടെ നിന്നൊരു ബ്രിഡ്ജാണ് അവിടെ ഉണ്ടാക്കാൻ പോണത്. അതാണ് നമ്മുടെ ഫസ്റ്റ് ഗോൾ എന്ന് പറഞ്ഞാൽ. സെക്കൻഡ് ഗോൾ എന്ന് പറഞ്ഞാൽ കേസ് ഞാൻ അതേ കാണിച്ചു തരാം. ഇവിടെ ഞാൻ ഈ കാണുന്ന സ്ഥലത്ത് ഒരു വലിയൊരു വീറ്റ് ഫാം ആയിരിക്കും. ഇതാണ് കേസൊക്കെ എൻ്റെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസൊക്കെ. ഓക്കെ അതൊക്കെയാണ് കേസ് ഞാൻ ഇത്രയും കാലം സെറ്റാക്കിയത്. പിന്നെ കേസ് നമ്മുടെ ആർമർ പൊട്ടാറായിട്ടുണ്ട്. ഞാനൊരു പുതിയ ഷീൽഡ് ഉണ്ടാക്കി കേസൊക്കെ. ഞാൻ എൻ്റെ വാല്യുബിൾ ടെസ്റ്റ് കാണിച്ചു തരാം. കേസൊക്കെ ഇവിടെയാണ് വാല്യുബിൾ ടെസ്റ്റ്. ഇതാണ് കേസൊക്കെ. നോക്കുക കേസ് ഇത്രയും സംഭവം കേസ്. ഈ അയൺ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെയാണ് എനിക്ക് കിട്ടിയത്. അതായത് ഈ ലാപ്പിസ് അത്യാവശ്യം കിട്ടി നല്ലോണം. പിന്നെ ഈ ഡയമണ്ട് ഞാൻ സ്ട്രിപ്പ് മൈൻ ചെയ്തു. അതായത് ഇങ്ങനെ 2 ബ്ലോക്ക് ഇങ്ങോട്ട് നേരെ കുഴിച്ച് പോയില്ല. അങ്ങനെ -59 പോയിട്ട് അവിടെ നിന്ന് കേസ് ഇങ്ങനെ ജസ്റ്റ് കുഴിച്ച് അങ്ങനെ 2 ബ്ലോക്ക് കുഴിച്ച് അങ്ങ് പോയി. ഇവിടെ എടുത്ത് പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. പിന്നെ കേസ് ഇത് നോക്ക് കേസ്. ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ബോ അങ്ങനെ ഉണ്ടാക്കിയതില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഞാൻ മോ ഫാമിന് കിട്ടിയ ബോ വെച്ചിട്ട് ഈ ഗ്രൈൻഡ് സ്റ്റോൺ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഗ്രൈൻഡ് സ്റ്റോൺ ഇട്ടിട്ട് നമ്മൾ സെറ്റാക്കിയാണ് റിപ്പയർ ചെയ്താണ്. ഓക്കെ കേസ് ഇതൊക്കെയാണ്. ഇത് മൈനിന് പോയപ്പോൾ കിട്ടിയതും ഇതും മൈനിന് പോയപ്പോൾ കിട്ടിയത്. അതായത് നമ്മൾ ബ്ലോക്ക് ഇട്ടിച്ച് സ്ട്രിപ്പ് മൈൻ ചേർന്നല്ലോ, അങ്ങനെ കിട്ടിയാണ്. യെസ് ഇവിടെ 26 ഡയമണ്ട് ഉണ്ട് യെസ്. നമുക്ക് ഇത് ഇപ്പോൾ ഞാൻ തീർക്കാനുള്ള, അതായത് ഇപ്പോൾ ആർമർ പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അത് യൂസ് ചെയ്യുന്നു. പിന്നെ അതേപോലെ തന്നെ യെസ് ഇവിടെ നമുക്ക് കുറച്ച് ഇതിനകത്തിരിക്കുന്ന കേസ് 2 ഡയമണ്ട് നമുക്ക് യൂസ് ചെയ്യാനുണ്ട്. കാരണം വെച്ചാൽ നമുക്ക് എൻചാൻറ്റ്മെൻറ്റ് ടേബിൾ ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ സെക്കൻഡ് ഗോളിന് വേണ്ടി യെസ് വീറ്റ് ഫാം ഉണ്ടാക്കാൻ വേണ്ടി യെസ് ഞാൻ കുറേ സീഡ്, അതായത് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ബ്രെഡ് ഇത്ര ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ യെസ് ഇത്രയും യെസ്. ഇനി ഫുഡിനൊരു കുഴപ്പമില്ല. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടിരുന്ന യെസ് ഫുഡ് എന്ന് പറയുന്നു കേസൊക്കെ. ഇപ്പോൾ എനിക്ക് ഫുഡിനൊരു കുഴപ്പമില്ല കേസൊക്കെ. ഞാൻ കുറേ ദിവസം ഇരുന്ന് കളിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേസൊക്കെ. ഇപ്പോൾ പിന്നെ നമുക്ക് വലിയ സീനൊന്നുമില്ല. നമ്മൾ ലെസ് പ്ലാൻ എടുത്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളത് ഇതൊക്കെ നമ്മളിവിടെ നിന്ന് കേസ് നമ്മുടെ ആ ചെറിയ ഫാമിൽ നിന്ന് ഉണ്ടാക്കിയതാണ് കേസൊക്കെ. ഈ വീറ്റ് അത്യാവശ്യമൊക്കെ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ആ ബ്രീഡർ പൊട്ടിച്ച് പിന്നെ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു.
A few moments later. മതി. എനിക്ക് തോന്നി ഇത് നല്ല ഇതാണ് ഗൈസ്. എനിക്കറിയാൻ പാടില്ല. ഒരു വഴി പോലെ ഇല്ലേ തോന്നല്ലേ? ഏത് സെറ്റില്ലേ? 10-11 ഉണ്ടാക്കാൻ പറ്റും കേസൊക്കെ. നമുക്ക് 10-11 അതൊക്കെ മതി കേസൊക്കെ സെറ്റ് ഫുള്ളുണ്ടാക്കാം. 12 ഉണ്ടാക്കുന്നതിനകത്ത് ഒരെണ്ണം ഇവിടെ അതേപോലെ തന്നെ ഒരെണ്ണം ഇവിടെ എന്നിട്ട് ഒരെണ്ണം ഇവിടെ ഒരെണ്ണം ഇവിടെ. ഇത് നല്ലൊരു എനിക്ക് തോന്നുന്നു കേസ് ഇത് നല്ലൊരു ബ്രിഡ്ജായിട്ട് തോന്നല്ലേ കേസ് സെറ്റപ്പ് അല്ലേ? ഇത് കിടിയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ കേസ് ഇതാണ് നമ്മുടെ ബ്രിഡ്ജ്. ലെറ്റ്സ് ഗോ. അങ്ങനെ കേസ് നമ്മുടെ ഗോൾഡ് 1 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ബ്രിഡ്ജ് ഉണ്ടാക്കുവാന്ന്. അയ്യോ താഴെ ഓക്കെ. പിന്നെ നമ്മൾ ചാടി കണ്ടൊക്കെ നടക്കാൻ എന്താ ഇങ്ങനെ ഇരിക്കണേ? ഇതാണ് നമ്മുടെ ബ്രിഡ്ജ്. അപ്പോൾ ഇതുകൊണ്ട് ബ്രിഡ്ജിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രിഡ്ജ് നൈറ്റ് ടൈമിൽ എങ്ങനെയുണ്ട് നോക്കാം കേസ്. അതിനേക്കാളും പിന്നെ നമുക്ക് അവിടെ വീറ്റ് ഫാമിൽ വഴി നോക്കണം. അഗതി നമ്മുടെ ഷുഗർ കെയിൻ്റെ പരിപാടി നമ്മൾ ഇഷ്ടം പോലെ സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഷുഗർ കെയിൻ നട്ടു വെക്കട്ടെ. കുറച്ച് സ്ഥലത്ത് ഞാൻ അറിയാണ്ട് പൊട്ടിച്ചളഞ്ഞു. ഇവിടെ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അതായത് എനിക്ക് തോന്നുന്നു 7 ബ്ലോക്ക് കിട്ടേണ്ട ഇതാണ്. ഓക്കെ കേസ് ശരിക്കും പറഞ്ഞാൽ ഇത് ഇങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. അതായത് കേസ് ഇതൊക്കെ ഞാൻ അങ്ങനെ വെച്ചേക്കണതാണ്. അതായത് കേസ് ഇതേ വെള്ളം ഒഴിക്കും, എന്നിട്ട് ഇതിൻ്റെ മണ്ടയ്ക്കായിട്ട് സ്ലാബ് വയ്ക്കും. ഓക്കെ, ഇതേപോലെയാണ് ഈ സില്ലടുത്ത് വെച്ചേക്കണേ. അപ്പോൾ വെള്ളം പോവില്ല, വെള്ളം അടിയിലുണ്ടാവും. പിന്നെ വെള്ളത്തിലോട്ട് താടി പോകുന്നില്ല നമ്മൾ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ കുറേ സീഡൊക്കെ ഉണ്ട്. A few moments later. ശരിക്കും പറഞ്ഞാൽ ഈ ഫുൾ നട്ടിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ ചില സ്ഥലങ്ങൾ മാത്രമേ നടക്കണുണ്ടോ. ചില സ്ഥലങ്ങൾ മാത്രം ഞാൻ വിട്ടു വരുന്നുണ്ട്. അത് ഞാൻ വേഗം നട്ടിട്ട് പോയതുകൊണ്ടാണ് കേസ്. ഓക്കെ, അത് കുഴപ്പമില്ല. പക്ഷേ നമുക്ക് ഫില്ലായിട്ടുള്ള തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കേസ് ഇത് ഫുള്ള് അങ്ങനെ വളർന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് പൊട്ടിച്ചെടുത്ത് സെറ്റാക്കി എടുത്തായി. അപ്പോൾ കേസ് നമ്മുടെ ഇന്നത്തെ വീട്ടിലെ ഞാൻ എന്തായാലും കേസ് ഈ ഒരു എപ്പിസോഡിൽ നമ്മുടെ ഗോൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ കേസ് നമുക്ക് ബ്രിഡ്ജ് ഉണ്ടാക്കണം. നല്ല അത്യാവശ്യം സെറ്റ് അങ്ങോട്ട് ബ്രിഡ്ജ് ഉണ്ടാക്കുകയും ചെയ്യണം. പിന്നെ ഒരു വീറ്റ് ഫാം ഉണ്ടാക്കണമായിരുന്നു. അപ്പോൾ നമ്മൾ വീറ്റ് ഫാം ഉണ്ടാക്കിയിട്ടുണ്ട്, ബ്രിഡ്ജ് ഉണ്ടാക്കിയിട്ടുണ്ട്. വീറ്റ് ഫാമിൽ തികഞ്ഞിട്ടില്ല. പിന്നെ ചില സ്ഥലങ്ങളൊക്കെ വിട്ടിട്ട് കിടക്കുന്നുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് ഞാൻ നോക്കിക്കഴിഞ്ഞാൽ തികഞ്ഞ് ഫുള്ള് സെറ്റായി കിടക്കണമെന്ന് തോന്നും. പക്ഷെ നമ്മൾ ഇന്നത്തെ വീട്ടിലേക്ക് എടുത്തിട്ട് പോയിട്ട് എല്ലാവർക്കും ബൈ.